ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് കൂട്ടിന് വേണ്ടി വരുമെന്ന് സത്യമായിട്ടും പറഞ്ഞില്ലേ ബ്രൻ? പറഞ്ഞില്ലേ? ആ പോ ഓ വെയില് 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 മാസായിരിക്കും മാസം. എന്ത് കറക്റ്റ് മാച്ച്. അപ്പൊ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ നിങ്ങളെ ബാങ്കോക്കിൽ നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രാൻഡഡ് സാധനങ്ങൾ ഇന്ന് വേദുവിന് ആക്ച്വലി മെയിൻ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനോട് നമുക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പക്ഷേ ബാങ്കോക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഫേക്ക് സാധനങ്ങൾക്ക് ഭയങ്കര പോപ്പുലർ ആണ്. പക്ഷെ ഫേക്കിനെ കാട്ടി കുറച്ചും കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഒറിജിനൽ ബാർഗെയിൻസ് കിട്ടും, നല്ല നല്ല സാധനങ്ങൾ കിട്ടും. സോ നല്ല ഒറിജിനൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് എവിടെ നിന്നൊക്കെ വാങ്ങാം എന്നുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. സോ ഇത് മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം, ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് സിയാം ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ലൊക്കേഷൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നമുക്ക് നല്ല കിടിലൻ ആംബിയൻസുമാണ്, എൻജോയ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റും. സോ ആദ്യമേ അവിടെ പോവാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഹിഡൻ ജെംസ് ഒക്കെ കാണിച്ചു തരാം. നല്ല നല്ല സാധനങ്ങൾ, ഒറിജിനൽ സാധനങ്ങൾ നല്ല റേറ്റിന് കിട്ടുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ആ ഷോപ്പിംഗ് വ്ളോഗ് ഫ്രം ബാങ്കോക്ക്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മറക്കാതെ എടുക്കുന്ന ഒരു സാധനമാണ് അഗാറോയുടെ ഹെയർ വോള്യൂമൈസർ ആൻഡ് ഡ്രയർ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡ്രൈ ചെയ്യുന്ന മാതിരി ഡ്രൈയും ചെയ്യാം, മാത്രമല്ല പാർലറിലൊക്കെ സെറ്റ് ചെയ്യുമല്ലോ അതുമാതിരി നമുക്ക് സെറ്റും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ പ്രിയ ട്രാവൽ ചെയ്യുമ്പോ സ്റ്റൈലാവുന്നത്. ഡ്രൈ ചെയ്യാനും എളുപ്പം. അതെ, ഒരാളെ നോക്ക്, സ്കൂട്ടർ പെട്ടിയായിട്ട് റെഡിയാണ്. റെഡി, കേരളം കത്തുവാണ്. സ്കൂട്ടർ പെട്ടിയുടെ റീലും ഉണ്ട്. പ്രിയതെ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇത് നിങ്ങൾ ചോദിക്കണ്ട, കാരണം ഇതൊന്നും ഇല്ല, ഇപ്പൊ സോൾഡ് ഔട്ട് ആണ്. അപ്പൊ ഇത് എത്ര കിലോമീറ്റർ വണ്ടി ഓടും ഡിപ്പെൻസ് ആണ്. പക്ഷെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ കയറ്റമാണോ ഇറക്കമാണോ സ്പീഡ്, പിന്നെ ഇപ്പൊ ഞാനും കൂടെ ഇരുന്ന് ഇത് 2 കിലോമീറ്റർ കിട്ടുള്ളൂ. അത് വേണ്ട, ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് പറയാ. അതെ, ബുദ്ധിമുട്ടാണ്. ആരെ എലി? അത് ഏതോ എലി, അയ്യടാ എലി. അപ്പൊ ഇത് 10 കിലോമീറ്റർ തൊട്ട് 12 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും. സ്പീഡ് ഏകദേശം 10 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഇത് വെച്ചാണ് നമ്മൾ ഷോപ്പിംഗ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഭയങ്കര ഷോപ്പിംഗും ഇഷ്ടമാണ്, ഇനി നടക്കും വേണ്ട. ഇതിൽ കൂടുതൽ എന്ത് വേണം? അതെ, അത് ഇന്ന് പോകുന്ന ആ ഫസ്റ്റ് സ്ഥലത്ത് ഒരുപാട് നടക്കാനും ഉള്ളതാ. എല്ലാരും അതെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാ ആപ്പില് വണ്ടി കാണിച്ച് ചെയ്താന്ന് അറിയോ? ഓഡിയുടെ ഇലക്ട്രിക്കാ കാണിച്ചത്. ഞാൻ അത് കറക്റ്റാ, ഇവരുടെ ക്യാമറയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഞാൻ ഓഡിയിൽ 1 മണിക്കൂർ ഇരുന്ന് പോകാമെന്ന് വിചാരിച്ചാണ്. പോട്ടെ, എന്തായാലും 1 മണിക്കൂറുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട്. നേരെ അവിടെ ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ ഷോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക. ഫോൺ ചെയ്ത് കൊടുക്കും മാഡത്തിന്, തുറക്കുന്നത് സംഭവം മറ്റേ സ്റ്റാർട്ട് ചെയ്യ. വേണ്ടേ? തള്ളത്തോടെ ഓടിക്കാമല്ലോ, ഒരു കയ്യില് കൊടയും പിടിക്കുവാണെങ്കിൽ. ഫസ്റ്റ് മസ്റ്റ് വിസിറ്റ് ഫോർ ഷോപ്പിംഗ് ലവേഴ്സ് ഇവരുടെ സിയാം ഔട്ട്ലെറ്റ് മോളാണ്. ഫുഡ് കോർട്ട് ഉണ്ട്. ഞങ്ങൾ ഇന്ന് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങട്ടെ കേട്ടാ. മേക്കപ്പിന് ഞാൻ ആക്ച്വലി ഒരു സെപ്പറേറ്റ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് പേര് പ്രിയനോട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് തായ്ലൻഡിൽ നിന്ന് മേക്കപ്പ് വാങ്ങാൻ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് വാങ്ങാൻ. അതിന് നല്ല ഒരു കിഡിലൻ സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് കേട്ടാ. ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് കൂട്ടിന് വേണ്ടി വരുമെന്ന് സത്യമായിട്ടും പറഞ്ഞില്ലേ ബ്രൻ? പറഞ്ഞില്ലേ? നോക്ക്, വേണ്ട എനിക്ക്. അപ്പൊ എടുക്കണ്ട, പക്ഷെ ഓഫർ അല്ലേ അതും പറഞ്ഞു. പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്തല്ലോ. പിന്നെ കിട്ടുമോ ഈ കാശിന്? സാധാരണ യൂണിറ്റ് സുറ്റിക്ക് അങ്ങനെ കാര്യമായിട്ട് ഡിസ്കൗണ്ട് വരാറില്ല. അപ്പൊ ഇതിന് ഈ ഒറ്റ ഒരു മോഡലിന് മാത്രം, ബാക്കിയൊക്കെ 30%, ഇതിന് മാത്രം 50. എനിക്ക് ബ്ലാക്കും ഇല്ല. ഇത് ബ്ലൂ ആണ്, എന്നാലും പ്രിയ ബ്ലാക്ക് ആയിട്ട് സങ്കല്പിച്ചെടുക്കാൻ പോവാന്ന്. അതെ, അതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഇടുമ്പോൾ സങ്കല്പിക്കാമല്ലോ. അതെ, ബ്ലാക്ക് ആണ്, നോട്ട് ബ്ലൂ. ഓക്കെ, എടുക്കുന്നുണ്ടോ? എടുക്കാല്ലേ? എനിക്ക് നിർബന്ധമില്ല. ഓട്ടിടണം.
ഈ 80% ഓഫ് എന്നൊക്കെ പറഞ്ഞ് അപ് ടു ഇടും. പക്ഷെ എന്തെങ്കിലും നല്ല സാധനത്തിന് ഏതെങ്കിലും നമുക്ക് വേണ്ടത് 80% ഓഫ് കിട്ടി കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 9,000 ഒക്കെ സാധനങ്ങൾ വെറും 1,500 1,700 രൂപയ്ക്ക് കിട്ടും. സോ ഡ്യൂപ്പ് വാങ്ങുന്നതിനെ കാട്ടി സെയിം റേറ്റ് ആയിരിക്കും ഒറിജിനൽ വാങ്ങുന്നത്, ഇഷ്ടമുള്ളത് കിട്ടിയ. ഇത് ഇതുപോലെ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ടീഷർട്ടിന്റെ വിലയൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോന്നു. ലിമിറ്റഡ് സൈസേ ഉള്ളൂ, ലിമിറ്റഡ് പീസേ ഉള്ളൂ. ഒരെണ്ണത്തിന് only 400 rupees. നൈക്കി ആണെങ്കിലും ജോർദൻ ആണെങ്കിലും അഡിഡാസ് ആണെങ്കിലും ഒക്കെ അതെ ജോർദാൻ്റെ ഒക്കെ ടീഷർട്ട്സ് ഉണ്ട്. സോ ഡ്യൂപ്പിനെ കാട്ടി വില കുറഞ്ഞാണ് കിട്ടുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ബി ഓൾഡ് സീസൺ അല്ലെങ്കിൽ ലേറ്റ് ഒറ്റ സൈസേ കാണുള്ളൂ. എന്നാലും ഇതുപോലെ കിട്ടിയ അടിപൊളിയല്ലേ. വേദുവിന് 4 എടുത്തിട്ടുണ്ട്. ഈ പ്രിൻസാണ് പ്രിയനെ വഷളാക്കുന്നത്. രണ്ടുപേർക്കും കൂടെ പ്രിയക്ക് പെട്ടിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാതെ കുടയും പിടിക്കാൻ പറ്റില്ല. പക്ഷെ വെയിലും കൊള്ളാതെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം, കാരണം നമ്മുടെ ഫുഡ് അപ്പുറത്താണ്. അത് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്. ഇതൊക്കെയാണ് ലൈഫിലെ ഇഷ്യൂസ്. അതെ പോ ആ പോ പോ. വെയില് 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 വെയില്. ഇതൊരു ആംബിയൻസ് നോക്ക്. വൈകുന്നേരം എന്തായാലും ഇവിടെയൊക്കെ ഇരുന്നായിരിക്കും കോഫി അതൊക്കെ കുടിക്കുന്നത്. എനിക്ക് ബ്രെഡ് ടോക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ എന്താ വേണ്ടത്. പ്രിയ ഒരു മിനിറ്റ്. ഔട്ട്ലെറ്റ് വില്ലേജിൽ ഷോപ്പിംഗ് മാത്രമല്ല നല്ല കിടിലം ഫുഡ് ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. ഇതാണ് ബുൾഗോഗിയാണ്, പോക്ക് ബുൾഗോഗി. കൊറേ കൊക്കോള. പ്രിയക്ക് ഒഴിക്കണ്ട കേട്ടാ, പ്രിയ കുടിക്കാറില്ല കൊക്കോള. ഞങ്ങൾക്ക് ഇത് കുളിക്കാനും കുടിക്കാനും. കൊക്കോളയിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളം ഇറക്കിക്കാം. ഐസും ഉണ്ട്, കുടിച്ചോ കേട്ടാ. പഴയ സ്കൂൾ കാലത്തൊക്കെ നിങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെയായിരുന്നില്ലേ സ്റ്റീൽ ടപ്പയിലെ ചോറ്? ഉദ്ദേശിക്കുന്നത് ആ പഴയ ജനറേഷൻ. എനിക്ക് ഇഷ്ടമാണ് സ്റ്റീൽ ഡപ്പ. അത് എന്റെ സ്റ്റീൽ ഡപ്പ എങ്ങനെയായിരുന്നു അറിയോ? മേളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണമായിരുന്നു. താഴെ ചോറും മേളിൽ കറി. ഇങ്ങനെ രണ്ട് സൈഡ് ഒരു ക്ലിപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര അല്ല ബെഞ്ചിലും മറ്റേ ഡെസ്കിലും മതിലൊക്കെ ഇടിക്കണോ തുറക്കാനായിട്ട്? ഇങ്ങനെ ഡ്രസ്സിലൊക്കെ വീഴും. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഗുണം എന്താ അറിയോ? ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ആ സമയത്ത് നല്ല സോസി ആയിരിക്കും. ഓ കൊറിയൻസ് ആണ് ഫ്രൈഡ് ചിക്കനിൽ ബെസ്റ്റ് ബെസ്റ്റ്. ഇത് സ്വീറ്റ്, സോൾട്ടി, ഗാർലിക്കി ആൻഡ് ടൊമാറ്റോയി അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ബാറ്റർ നല്ല ക്രിസ്പാണ്, അടിപൊളിയായിട്ടില്ലേ? സാധാരണ KFC പോലെ തന്നെ ക്രിസ്പുമാണ്, ആ സമയത്ത് നല്ല സോസി. ഇത് പ്ലെയിൻ റൈസും ചിക്കനും അത് ഞങ്ങൾക്ക്. പിന്നെ ഇത്രയും ഫാറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ മട്ടിക്കും. അതിനു വേണ്ടി ഇടയ്ക്കാണ് അവർ കീംചി സാലഡും കൊണ്ടുവന്നിട്ടുണ്ട്, റാഡിഷും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ഇത്ര അധികം പലതും തോന്നും. ഷുഗർ ക്യൂബ് എന്ന് പറയുന്ന ഭാഗ്യം. അതെ, ഐസ് ക്യൂബ് പോലെ ഇരിക്കുന്നത് ബെസ്റ്റ്. പോക്ക് ബുൾഗോഗി നോക്കട്ടെ. റൈസും നല്ല സോഫ്റ്റ് പോക്കും സീവീഡും സോസസും. ഇതിനൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150 ഒരു 300 റുപ്പീസാണ്. പക്ഷെ നല്ല പോർഷൻ ഉണ്ട് കേട്ടോ. റൈസിന് 300, ഹോൾ ചിക്കന് ഒരു 800, കൊക്കക്കോളയ്ക്ക് 1 ലിറ്ററിന് 180 റുപ്പീസ് എങ്ങാണ്ട്. സോ വെരി അഫോർഡബിൾ മീൽ, വെരി ടേസ്റ്റി. ഇത് ചെയിനാണ്, ബാങ്കോക്ക് കുറേ സ്ഥലത്തുണ്ട്. ബോൺചോൺ ശരിക്കും ചാർലി ചാപ്ലിൻ നോക്ക്. അതിന് എഴുന്നേറ്റ് ഡോർ വർക്ക് അതും ഇല്ല. ആ ഇരിപ്പിരുന്നാ തീർന്നു. മറ്റേ സന്യാസികള് ധ്യാനത്തിനിരിക്കുന്ന പോലെ വരുന്നുണ്ട്. ഞാനും പ്രിൻസും ഐസ്ക്രീം വാങ്ങി കേട്ടാ. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീമോ? അതുകൊണ്ടാണ് വാങ്ങിത്തരാതിരുന്നത്. ബാ നമുക്ക് കഴിക്കാം. ബാ നല്ല കിഡിലൻ ഡെൻമാർക്കിൽ നിന്നുള്ള സോഫ്റ്റി ഐസ്ക്രീമാണ്. വേണ്ട തരുന്നില്ല. പിന്നൊരു കിഡിലൻ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ TV-യിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് 2 റോബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അത് ഇവിടുന്ന് നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇനി തൊട്ട് റോബോട്ട് ഫൈറ്റിംഗ് ചെയ്തത് കിട്ടും. അവൻ ഗോൾ അടിച്ചു. അവൻ വരാത്തോണ്ട് ഭയങ്കര അധികം ഗിഫ്റ്റ്സ് ആണ് നമ്മൾ അവര് വാങ്ങിക്കൊണ്ട് പോകുന്നത്. മാസമായിട്ടുണ്ടോ നോക്ക്. ഇതേ ഞാൻ കൊറേ കാലം നോക്കിയത്. നാട്ടിൽ എത്രയോ 15, 18, 20 രൂപയുടെ അടുത്തെങ്ങാണ്ടാണ്. അത് മാറ്റ്.
ഇതെന്താന്ന് അറിയാം, ഇത് അണ്ടർ ആർമറിന്റെ ഷൂസ് ആണ്. പക്ഷെ ഇതിന്റെ ഗുണം ഇത് നമുക്ക് ഷൂസ് ആയിട്ട് ഇടാം, അതുപോലെ തന്നെ ഇത് കണ്ട സ്ലിപ്പ് ഓൺസ് ആയിട്ട് ഇടാം. വൃത്തികെട്ട കളർ മാസായിരിക്കും, മാസ്. എന്റെ കറക്റ്റ് ഞാൻ പറയാം. പിടിച്ചോ, ഇതും കൂടെ പിടിച്ചോ. കറക്റ്റ് മാച്ച്. അപ്പൊ കൊടക്ക് കുഴപ്പമില്ല അല്ലേ കളറ്? ഞാൻ എന്റെ മേത്തിടുന്നില്ലല്ലോ, പിടിക്കുന്നില്ലേ ഉള്ളൂ. അത് വല്ലപ്പോഴല്ലേ തുറക്കണുള്ളൂ. എന്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ബാക്ക് പാക്ക് അണ്ടർ ആർമറിന്റെ ആണ് ഉപയോഗിക്കുന്നത്. കീടാവുന്നില്ല, വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ അതിനെ കാട്ടി നല്ല ഒരെണ്ണം പിന്നെയും ഇവിടെ തന്നെ കണ്ടു. ഇത് ഈ എക്സ് അണ്ടർ ആർമർ സ്റ്റോം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ ഇതിലെ സിബ്സ് നോക്കിക്കോട്ടോ, എക്സ്ട്രീംലി ഡ്യൂറബിൾ ഹൈ ക്വാളിറ്റി സംഭവമാണ്. എങ്ങനെ പോയാലും നമുക്ക് ഡാമേജ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ സിബ്സ് നോക്ക്, എന്തോരം പോക്കറ്റ്സാണ് നോക്ക്. ഇതൊന്ന് കണ്ടോ, ആൻഡ് എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്, ഭയങ്കര ഹൈ ക്വാളിറ്റി. അകത്ത് സോഫ്റ്റ് പാഡിങ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ലാപ്ടോപ്പിന് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ വേറെ സിബ്, അവിടെയും കുറേ പോക്കറ്റ്സ്. ഇതൊന്നും അല്ലാതെ ഇവിടെ സിബ്, അതല്ലാതെ ഇവിടെ ഷൂവും ലോണ്ട്രിയും വെക്കാൻ. ഇതിനും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇതൊരു 15,000-16,000 വരും. ഇത് നമുക്ക് നല്ല ഓഫറിൽ ഏകദേശം ഒരു 5,000-6,000 റേഞ്ചിൽ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ അണ്ടർ ആർമറിൻ്റെ ഒരു ബാഗും എടുക്കുവാണ്. അടുത്ത നമ്മുടെ ട്രാവൽ പാർട്ടി. ഞാൻ അടുത്ത കട എന്ത് ചെയ്യാനാ, ഒരു ഷൂ വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ ഇത്രയൊക്കെ വാങ്ങാൻ. ഇനിയും കുറച്ച് പൈസ ബാക്കിയുണ്ട്. അതെ, എനിക്ക് ഒക്ടോബസ് ആയിരുന്നെങ്കിലേ 8 കാലില് ഷൂ. ഒരു ഒക്ടോബസായി ജനിക്കേണ്ട ആളായിരുന്നു ഞാൻ. പ്രിയ, നൈക്കിയിലെ ഒടുക്കത്തെ ഓഫർ കൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നവർ വാങ്ങിയിരിക്കുന്ന ബോക്സസ് നോക്ക്. ഏകദേശം ഒരു 20 ഷൂ വാങ്ങിക്കാണും. അതാ പറഞ്ഞത്, ഔട്ട്ലെറ്റ് മോളുടെ. അയാളുടെ കൈ നോക്ക്, ബാക്കി പോകുന്ന ആളുടെ കയ്യില്. മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ പഞ്ചപാവാന്ന് പർച്ചേസിന്റെ കാര്യത്തില്. ഇതുപോലെ ഈ അറബികൾക്ക് പൈസ വലിയ കാര്യമല്ല, വെറുതെ ഇരുന്നാലും കിട്ടും. നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്നതാണ്. ആർക്ക്? അവർക്ക് വാങ്ങാം. പക്ഷെ നമ്മൾ വാങ്ങുന്ന സുഖം അവർക്ക് വാങ്ങിയാൽ കിട്ടില്ല പ്രിയ. ഉണ്ടാക്കുന്ന പൈസയാ. അതെ, അന്ന് നേരെ നൈക്കിയുടെ അകത്തേക്ക് പറഞ്ഞോ. വേദുവിന് കുറച്ച് സാധനങ്ങളും കൂടെ നോക്കണം. ഇത് കണ്ട, ഇവിടെ ജോർദൻ വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല. ജോർദൻ 1 പക്ഷെ ഒരാൾക്ക് ഒരെണ്ണേ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം പണ്ടൊക്കെ ഇത് ആൾക്കാർ വാങ്ങി 2 ഇരട്ടി, ഒരു 10 വാങ്ങിക്കൊണ്ട് പോയി 2 ഇരട്ടി വിലക്കൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പോൾ 50% ഓഫിൽ നല്ല കളവേ ആയിട്ടുള്ള ജോർദൻ 1 വരെ കിട്ടുന്നുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഔട്ട്ലെറ്റ് മോളിന്റെ വേറെ ഗുണം, ഇതുപോലെ കിഡിലൻ പ്ലേ ഏരിയ ആണ്. ഫ്രീ ആയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്ത് കുട്ടികളുടെ റെസ്റ്റ്ലെസ് ആയി കഴിഞ്ഞാൽ നേരെ അവർ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വിട്ടാൽ ഇത് പിക്നിക്കിന് വരെ വരുന്ന പോലെ സ്ഥലമാണെന്ന് തോന്നുന്നു. അവർക്കും ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാം. വേദുവിനെ മിസ് ചെയ്യും. ശരിക്കും വേദുവിനും ദിയനൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഷോപ്പിംഗ്, ഫുഡ്, പ്ലേ എല്ലാം ഉണ്ട്. ഒരു ഡേ വെൽ സ്പെൻഡ് ആണ്. വേദുവിന് അടുത്തത് ന്യൂ ബാലൻസ് അന്ന് ഞങ്ങൾ വേദുവിന് നോക്കിയിട്ട് ഒരു തവണ വാങ്ങാൻ പറ്റിയില്ല. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാകുമ്പോൾ കുറച്ചും കൂടെ ഇടാനും സുഖമായിരിക്കുമല്ലോ. ന്യൂ ബാലൻസ് ഓബ്വിയസ്ലി കംഫർട്ടബിൾ ഷൂ, നല്ല കളവയാണ്. ഇതാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷേ അതിൻ്റെ ഇല്ല സൈസ്. അതുകൊണ്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഫൈനലി ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നല്ലൊരു വെർസാഷയുടെ സ്ലൈഡ്സ് ഫ്രീ ആണ് കേട്ടാ. സ്ലൈഡ്സ് ഇടാത്ത എന്നെ കൊണ്ട് പറഞ്ഞ് സ്റ്റൈലാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മൂപ്പിക്കും. പ്രിൻസ് ഭയങ്കര ലുക്ക് തിരിച്ചേട്ടാ, എന്തായാലും എടുത്തോളെ. അപ്പൊ രണ്ടുപേർക്ക് ട്വിന്നിങ് ചെയ്യാം. അതെ, എന്തൊരു മനസ്സുഖം നോക്ക്. അപ്പൊ അതെ, ഇതും കൂടെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്ത ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ നാളെ കാണിക്കാം. അപ്പൊ നമ്മള് അടുത്ത ഷോപ്പിംഗ്, നമ്മള് ആക്ച്വലി ഇവിടെ ആൾക്കാർക്ക് അധികം അറിയില്ല, ബെസ്റ്റ് ഫുഡ് കോർട്ട് ഉള്ള സ്ഥലം ഇൻ ബാങ്കോക്ക് ടെർമിനൽ 21 ആണ്. അത് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഒരു ഷോപ്പിങ്ങിന് ഒരു കിടില സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. നമ്മളെ സയാം പ്രീമിയം ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, ബ്രാൻഡഡ് സാധനങ്ങൾ അതിനെ കാട്ടി ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വേറെ ഒരു സ്ഥലം കാണില്ല. MBK മോളുണ്ട്, പോപ്പുലർ ആണ്. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം. അവിടെയും സീക്കിൻ്റെ സ്ഥലമാണ്, പക്ഷെ ചിലപ്പോൾ ഒറിജിനൽ കിട്ടും, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പോൾ ടെർമിനൽ 21 ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങൾ, ലോക്കൽ ടൈപ്പ് ബ്രാൻഡ്സിൻ്റെ നല്ല നല്ല ബുട്ടീക്സ് ഇവിടെ ഉണ്ട്. വലിയ എക്സ്പെൻസീവ് അല്ല. സോ ഇതും ഒരു ഒറിജിനൽ ഓപ്ഷനാണ്. ഇഫ് യു ഡോണ്ട് വോണ്ട് ഫേക്ക് പ്രോഡക്ട്സ് ബട്ട് ഗുഡ് ഹൈ ക്വാളിറ്റി അഫോർഡബിൾ പ്രോഡക്ട്സിന് ഡ്രസ്സ്, എസ്പെഷ്യലി ഡ്രസ്സസ് ആണല്ലോ ബാങ്കോക്ക്. ടെർമിനൽ 21 അടിപൊളിയാണ്. മോളും ഭയങ്കര നല്ലതാണ്. കാരണം നമുക്ക് ഓരോ ഫ്ലോറും ഓരോ രാജ്യം പോലെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു ടെർമിനൽ 21.
ഇതിന്റെയും ഇപ്പം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാൾ ലാഗർഫീൽഡ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിന്റെ ഓഫേഴ്സ് നടക്കുവാണ്. ഞാൻ ഈ ബ്രാൻഡഡ് അല്ല കാണിക്കുന്നത്, പക്ഷെ ഇവിടെയും എപ്പോഴും സെയിലും ഓഫേഴ്സ് ഒക്കെ കാണുവേ. മാഡം ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാ മോൾസിൽ നടക്കാനായിട്ട്. പക്ഷെ അതുകൊണ്ട് എന്റെ ഷോപ്പിംഗ് കൂടുതൽ നടക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രിയ ഓരോ സ്ഥലത്തേക്ക് എത്തും. ലോക്കൽ ടൈ ബ്രാൻഡ്സ് ആണ്. ഇതിനും റേറ്റ് ഒക്കെ ഒരു 2000 രൂപ 2200 രൂപ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ചീപ്പൊന്നല്ല, പക്ഷേ റിയലി ഗുഡ് ടൈ ബ്രാൻഡ്സ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ആക്ച്വലി ബെറ്റർ ദാൻ ദീസ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് ഇവരുടെ ഈ ലോക്കൽ ടൈ ബ്രാൻഡ്സ്. അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സൗണ്ടും ഫസ്റ്റും ആക്ച്വലി ബ്രാൻഡഡ് സാധനങ്ങളാണ്, പക്ഷേ ഇത് സെക്കൻഡ് ഫ്ലോർ. സോ ഇത് ജാപ്പനീസ് തീമാണ്. ക്യോട്ടോയിൽ ഞാൻ പോയ ഓർമ്മയൊക്കെ വരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ട് മൾട്ടി ഡിസൈനർ. ഇതെല്ലാം തായ് ബ്രാൻഡ്സിന്റെ ഷോപ്പാണ്. നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ വേറെ ഒരു തായ് വേർഷനാണ്. പ്രിയ പ്രിൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ് ഇത്. ഒരു ഹാപ്പി സ്റ്റോറിന്റെ വേറെ വേർഷൻ. ശരിക്കും നമ്മുടെ ബാങ്കോക്ക് ഫാഷനിൽ കിടക്കുന്ന പോലെ തന്നെയുണ്ട്. ഇപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ബാങ്കോക്ക് ഫാഷന്റെ കളക്ഷൻസ് ഒക്കെ കാണും. എക്സിബിഷന് ഇതിന്റെ 10 ഇരട്ടി ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. കാലിക്കട്ടിൽ സെപ്റ്റംബർ 7th and 8th ആസ്പെൻ കോർട്ട്യാർഡിൽ. എവിടെ അല്ല പ്രിയ, ഇതിന്റെ 10 ഇരട്ടി കാണില്ല നമ്മുടെ കാലിക്കട്ട് എക്സിബിഷന്. പിന്നെ അതെ, സ്കൂട്ടർ പെട്ടിങ് കാണും കേട്ടാ. ഇത് സെക്കൻഡ് ഫ്ലോർ, ജാപ്പനീസ് ഫ്ലോറിൽ കൂടുതൽ വുമൻസ് ഔട്ട്ഫിറ്റ് ആണ്. മെൻസിന് ആക്ച്വലി ബാങ്കോക്കിൽ സാധനങ്ങൾ കിട്ടാൻ പാടാണ്. പക്ഷെ ടെർമിനൽ 21 ഇതിന്റെ മേളിലത്തെ ഫ്ലോറിൽ മെൻസിനും കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ലോക്കൽ ബ്രാൻഡ്സ്. അല്ലേ ബ്ലൂ കുറച്ച് റേറ്റ് കാണും. ഓബിയസ്ലി ഇത് ഹോൾസെയിൽ ഒന്നും അല്ലല്ലോ. നല്ല ഭംഗിയുണ്ട് നോക്ക്. പക്ഷെ വിചാരിക്കുന്നത് കാട്ടി റേറ്റ് ഉണ്ട് കേട്ടാ. പ്രിയ കണ്ട ആ ഡ്രസ്സിന് 12,500 ആണ് നാട്ടിലത്തെ പൈസ. ഇതൊക്കെ കുറച്ച് ഹൈ, പക്ഷെ അഫോർഡബിളും ഉണ്ട് ഇവിടെ. 1000 രൂപ ഒരെണ്ണത്തിന് നാട്ടിലത്തെ. ആ നല്ല ക്വാളിറ്റി ആയിരിക്കും. അതേ പറഞ്ഞ അഫോർഡബിളും ഉണ്ട് ഇവിടെ. ദേ ഇതിനൊക്കെ ടോപ്സിനൊക്കെ നോക്ക്, വലിയ കുഴപ്പമില്ലല്ലോ. ഒരു നാട്ടിലത്തെ ഒരു 800-900 റുപ്പീസ് ഒക്കെ. എനിക്ക് തോന്നുന്നു തായ് ബ്രാൻഡാണോ കൊറിയൻ ബ്രാൻഡാണോ അറിയില്ല. നല്ലൊരു ഹൈസ്കൂൾ കോളേജ് ഡ്രാമ സംഭവങ്ങളില്ലേ, അതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് ആണ് ഇത് മൊത്തം. എക്സ്പെൻസീവ് ഒന്നും അല്ല. നമുക്ക് ക്രിസ്മസിന് ലണ്ടനിലേക്ക് പോയാലോ? അപ്പോൾ ബാങ്കോക്ക് വന്നിട്ട് ടെർമിനൽ 21 സെക്കൻഡ് ലെവലിലേക്ക് പോയാൽ മതി. ലണ്ടൻ ബസ്സൊക്കെ ഉണ്ട് മുകളിൽ, എല്ലായിടത്തും കൊണ്ടുപോകാം. ലണ്ടന്റെ ക്രിസ്മസ് ഡെക്കറേഷനും കാണും. ഈ ലണ്ടനാണ് ആ ലണ്ടനെ കാട്ടി സേഫ്, അറിയോ? ഇതാണ് ശരിക്കുള്ള നല്ല വൈബുള്ള ലണ്ടൻ. മറ്റേ ലണ്ടനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഒന്നും വേണ്ട. അത് മാത്രമല്ല മറ്റേ ലണ്ടനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണും പോവും, നമ്മുടെ പേഴ്സും പോവും, എല്ലാം വാച്ച് പോവും, എല്ലാം പോവും. ചെലവ് 10 ഇരട്ടി. ഈ വൈബും ഇല്ല. അതെ, വെടിയുള്ളില്ല, കത്തിക്കുത്തേ ഉള്ളു. യൂറോപ്പ് അല്ലേ. പെൻസിന്റെ ഷർട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ ഡ്രസ്സ് പെണ്ണുങ്ങൾക്ക് ബാങ്കോക്ക് ഫാഷനിലൊക്കെ എടുത്തില്ലേ? ഇതിന്റെ പാന്റ്, സ്കേർട്ട്, ഷോർട്സ്, ടോപ്പ്. ഒരെണ്ണം ബോയ്സിന് എടുത്തോണ്ട് വിടാം. ബോയ്സ് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് വേണമെന്ന്. ഞാൻ പറ്റിയ ടീഷർട്ട് നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് ടുമോറോന്ന്. പ്രിയനെ പോലെ എല്ലാം നാളെ ചെയ്യാം. പയ്യെ ചെയ്താ പോരെ അല്ലേ? ഞാനാണെങ്കിൽ ബാക്കില് ഫുൾ ചാർജും. ഇതിന്റെ കൂടെയാണ് ഇത്. അതെ, സ്ലോത്ത്. ആ സ്ലോത്തിനൊരു വിരല് പൊക്കാൻ 5 മിനിറ്റ് വേണം. അതെ, ഇവിടെ എല്ലായിടത്തും നല്ല കിട്ടില്ല സംഭവം കേട്ടോ. ഇതിന്റെ കൂടെ ഈ ഷൂസും എല്ലാം തിളങ്ങും. ബിഗ് സൈസ്, പക്ഷെ അതും സ്മോളാ. ഈ സത്യം പറഞ്ഞുണ്ടല്ലോ ഇവിടുത്തെ ബേക്കറീസ്, ഇവിടെ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ബേക്കറീസിന്റെ ബേക്ക്ഡ് ഫുഡിന്റെ കാട്ടി ടേസ്റ്റ് വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഇത് നോക്ക്, വെറും ബട്ടർ ബണ്ണാണ്, ഷുഗർ ബട്ടർ ബൺ. കാണുമ്പോ തന്നെ അറിയില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് ഇത്രയും ചെറുതോ, അത്രയും സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് തായ് ഫുഡ് ഇവിടെ വന്നിട്ട് പിന്നെ പിയർ 21 പോയി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? അതും ഇവിടെ അടിപൊളിയാ. അങ്ങനെ ബെസ്റ്റ് ഫുഡ് കോർട്ട് ഇൻ ബാങ്കോക്ക്. ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മൾ 500 രൂപ, അന്ന് തന്നെ 1250 രൂപ
ഒരു കാർഡ് ചാർജ് ചെയ്താൽ 3 പേർക്ക് അത് സ്പെൻഡ് ചെയ്യാൻ, 4 പേർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പാടായിരിക്കും. കാരണം ഒരു ആവറേജ് ഡിഷ് 35 to 40 ബാത്തേ ഉള്ളൂ. എന്തായാലും 500 ബാത്തിന് ഫില്ല് ചെയ്യാം. നിങ്ങൾ ഇവിടെ വന്ന് തായ് ഫുഡ് തന്നെ ട്രൈ ചെയ്യുക. പാഡ് തായ് അടിപൊളിയാണ്, ചിക്കൻ റൈസ് അടിപൊളിയാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിവ കാർഡ് ഇവിടുന്ന് റീചാർജ് ചെയ്യണം. നമ്മളൊരു കാർഡ് ഇവിടുന്ന് എടുക്കണേ. നമുക്ക് നമ്മുടെ ക്യാഷ് കൊടുത്ത് ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല. അവിടെ കൂപ്പൺ കാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നമ്മുടെ കാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാർഡ് റീചാർജ് ചെയ്യും. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യും. എപ്പോഴും ഓർഡർ ചെയ്യുന്ന കൗണ്ടർ 9 ആണ്, സ്റ്റൂഡ് പോർക്ക് ലെഗ്. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ബ്രേസ് ആണ്. ഒരു രാത്രി മൊത്തം പോക്ക് കുക്ക് ചെയ്തിട്ട് ആ മുട്ടയും അതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്ത് റൈസും പോക്കും എഗ്ഗും ഇതെല്ലാം കൂടെയാണ് അവർ തരുന്നത്. കുറച്ച് വെജിറ്റബിളും തരും. ഭയങ്കര ഡെലിഷ്യസ് ആണ്. പോക്ക് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഡിഷാണ്. സോ സ്റ്റൂഡ് പോക്ക് വിത്ത് റൈസ് ആൻഡ് എഗ്ഗ്, ഓംലെറ്റ്, മാംഗോ സ്റ്റിക്കി റൈസ്. അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മുഖം തെളിഞ്ഞു. ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞ് കിട്ടിയില്ല എന്ന്. പാം ഷുഗർ ഡ്രിങ്ക്. സോ എല്ലാത്തിൻ്റെ 3 എണ്ണം വെച്ച് ഓർഡർ ചെയ്തിട്ട് 400 ബാത്തിന്റെ താഴെ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 400 ബാത്ത്. ഏറ്റവും തിരക്കുള്ള ഫുഡ് കോർട്ട് ഇത്. ആൻഡ് ദിസ് ഇസ് സോ ഗുഡ്, എസ്പെഷ്യലി ദ പോർക്ക് റൈസ്. ആ പോർക്കിൽ ആ സോസ് ഒരു റൈസിലേക്ക് ഒഴിക്കുമല്ലോ. എന്നിട്ട് ഇടയ്ക്ക് നല്ല മുട്ടൻ മസിൽസും ക്രിസ്പി ഫ്രൈഡ് എഗ്ഗും. പിയർ 21 ഫുഡ് കോർട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. ആൻഡ് ഫൈനലി എല്ലാവരും വരുന്ന ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഷോപ്പിംഗ് MBK മോൾ. ഇത് ഫേക്ക് സാധനങ്ങളുടെ സംഭവങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും പിന്നെ എനിക്കൊന്ന് 3rd or 4th ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്തൊക്കെ കുറച്ച് ഒറിജിനൽ സാധനങ്ങൾ നല്ല റേറ്റിന് കിട്ടും. ഒറിജിനലാണ് വിശ്വസിക്കുന്നു. കാണിച്ചു തരാം നമ്മുടെ പെട്ടി. ഇവിടെ ഒന്ന് നോക്ക് എത്രയാണ്. ഏത് അല്ല, അത് പക്ഷെ തള്ളിക്കൊണ്ട് നടക്കണം, ഇലക്ട്രിക് അല്ല. ഏകദേശം 60 രൂപയാണ്. 60,000 റുപ്പീസ്. 70 അല്ലേ, 70,000 അടുത്ത് വരും. പ്രിയക്ക് വാങ്ങിയത് മലേഷ്യയിൽ നിന്ന് ഓഫർ കൂടെ കഴിഞ്ഞ് 44 രൂപയ്ക്ക് കിട്ടിയത്. ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ വെക്കും. ഇത് ചിലത് നല്ല ബ്രാൻഡ്. ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻഫർമേഷൻ ഡെസ്കിൻ്റെ സൈഡിൽ ഇതുപോലെ അവർ ഈ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു ധൈര്യം പോരാട്ടെ, ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ നമുക്ക് ഒരു ബാങ്കോക്ക് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കിട്ടുന്നൊക്കെ ഒറിജിനൽ ആയിരിക്കും. പക്ഷെ അങ്ങനെ വലിയ ബ്രാൻഡഡ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പോയ ആദ്യത്തെ ടെർമിനൽ 21 CM ഔട്ട്ലെറ്റ് മോളാണ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അല്ല, തായ്ലാൻഡിന്റെ നമ്പർ 1 സൂവനിയർ ആണ് ഈ മണക്കുന്ന സംഭവമാണ്, ഒരു ഇൻഹേലർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തായ്ക്കാരും ഇത് ചെയ്താണ്. ഞാൻ ഇതിന്റെ ഇപ്പൊ ഒരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്, ചെറുത്. ഈ സൈസ് നോക്ക്. അപ്പൊ ഗൈസ്, എല്ലാ സ്ഥലത്തുനിന്നും കൺക്ലൂഷൻ എടുക്കാൻ മറന്നു വന്നുണ്ട്. കാരണം മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയിൽ എവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സോ എന്തായാലും ഈ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഷോപ്പിംഗ് നിങ്ങൾ ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞ 3 സ്ഥലത്തും പോയി കഴിഞ്ഞാൽ യു ടോട്ടലി എൻജോയ് ഇറ്റ്. നല്ല നല്ല ബാർഗെയിൻ ബൈസ് നല്ല റേറ്റ്സിന് കിട്ടും. എന്തായാലും ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ സാധനം മറക്കണ്ട, നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷൻ September 7th and 8th ആസ്പിൻ കോർട്ട്യാർഡ് കാലിക്കറ്റിൽ വെച്ച് നടക്കുന്നുണ്ട്, ബീച്ച് റോഡിൽ. എല്ലാവരും വരണം. ആദ്യമേ വരുന്ന 20 പേർക്ക് അത്രേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വരുന്നവർക്ക് നമ്മളിത് നമ്മുടെ ഒരു സൂവനിയർ ആയിട്ട് തരുന്നതായിരിക്കും. മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുന്നില്ല, ചേട്ടാ അടുത്ത തവണ നമ്മൾ കൊണ്ടുവന്ന് തരണം. കാരണം അഡിക്ഷൻ ആവുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും എക്സിബിഷന് വന്ന് അവിടെ വെച്ച് കിട്ടുന്നവർ അവിടെ വെച്ച് തന്നെ തുറന്ന് മണത്തിട്ട് അഭിപ്രായം പറയണം. ഇതൊക്കെ അല്ലേ യൂണീക്ക് ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടിക്കാണില്ലല്ലോ. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗ് വെച്ച് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.